നമുക്കറിയാം നമ്മുടെ ദഹന വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വൻകുടൽ. എന്നാൽ ഇന്ന് ലോകത്ത് ഏറ്റവും വേഗത്തിൽ വർദ്ധിച്ചു വരുന്ന ക്യാൻസറുകളിലൊന്നാണ് വൻകുടലിലെ ക്യാൻസർ. പലപ്പോഴും ആദ്യം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന വലിയ പ്രശ്നമാണ്. എന്നാൽ സമയത്ത് കണ്ടെത്തി ചികിത്സിച്ചാൽ നമുക്ക് രോഗിയുടെ ജീവൻ രക്ഷിക്കാം. നമുക്കറിയാം, കോളൻ എന്ന് പറയുന്നത് നമ്മുടെ വലിയ കുടലിൻ്റെ ഒരു ഭാഗമാണ്. ഭക്ഷണം ദഹിച്ച ശേഷം ബാക്കി വരുന്ന മാലിന്യങ്ങൾ ഇവിടെ എത്തുന്നു. ഇവിടെ നിന്ന് വെള്ളവും ചില പോഷകങ്ങളും ശരീരം ആഗിരണം ചെയ്യും. അവസാനമായി അവശിഷ്ടമായ മലം രൂപപ്പെടുന്നു. അതിനുശേഷം ശരീരം ഇത് പുറന്തള്ളുന്നതുവരെ താൽക്കാലികമായി മലാശയത്തിൽ സംഭരിക്കുന്നു. എന്താണ് കോളോറക്ടൽ ക്യാൻസർ അഥവാ വൻകുടലിലെ ക്യാൻസർ? വൻകുടലിലെ കോശങ്ങൾ നിയന്ത്രണം തെറ്റി വളരുമ്പോഴാണ് ക്യാൻസർ രൂപപ്പെടുന്നത്. സാധാരണയായി ചെറിയ പോളിപ്പുകളായി തുടങ്ങുന്നു, പിന്നീട് അത് ക്യാൻസറായി മാറാം. ഇത് ലോകത്ത് മൂന്നാമത്തെ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ക്യാൻസറാണ്. എന്തായിരിക്കും കോളോറക്ടൽ ക്യാൻസർ അഥവാ വൻകുടലിലെ ക്യാൻസറിൻ്റെ പ്രധാന കാരണങ്ങൾ? പ്രായം 50 വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ ക്യാൻസർ കൂടുതലായി കാണുന്നു. കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ രക്തബന്ധത്തിലുള്ളവർക്കും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അനാരോഗ്യകരമായ ഭക്ഷണരീതി, റെഡ് മീറ്റ് അതായത് പോർക്ക്, ബീഫ് എന്നിവ കഴിക്കുന്നത് വഴിയും പ്രോസസ്ഡ് മീറ്റ്, കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ, ജങ്ക് ഫുഡ് എന്നിവ കഴിക്കുന്നത് വഴിയും ഈ രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, അതായത് വ്യായാമക്കുറവ്, അമിതവണ്ണം, മദ്യപാനം, പുകവലി, വയറിലെ രോഗങ്ങൾ, അതായത് അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് ഡിസീസ് പോലുള്ള രോഗങ്ങളുള്ളവർക്കും ഈ അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്താണ് വൻകുടലിലെ ക്യാൻസറിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ? ആരംഭത്തിൽ ലക്ഷണങ്ങൾ വളരെ കുറവായിരിക്കും. ചിലരിൽ ലക്ഷണങ്ങൾ ഒട്ടും തന്നെ കാണില്ല. പിന്നീട് കാണുന്ന സാധാരണ ലക്ഷണങ്ങൾ മലത്തിൽ രക്തം, വയറുവേദന, വയറ് നിറഞ്ഞു തോന്നൽ, മലബന്ധവും വയറിളക്കവും മാറി മാറി വരിക, ഭാരക്കുറവ്, ക്ഷീണം, രക്തക്ഷയം അഥവാ അനീമിയ. ഇത് കോളോറക്ടൽ ക്യാൻസർ തന്നെയാണ് എന്നെങ്ങനെ നമുക്ക് സ്ഥിരീകരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അതിന് പ്രധാനമായും ചെയ്യുന്ന പരിശോധനാ രീതിയാണ് കൊളോണോസ്കോപ്പി. ഇതിനായി കോളിനുള്ളിൽ ക്യാമറ ഉപയോഗിച്ച് പരിശോധിച്ച് പോളിപ്പുകൾ കണ്ടെത്തുന്നു. ചിലപ്പോൾ അത് നീക്കം ചെയ്യുകയും ചെയ്യുന്നു. പിന്നെയുള്ളതാണ് ബയോപ്സി. കൊളോണോസ്കോപ്പി വഴി നമ്മൾ കോശങ്ങൾ കോളനിനുള്ളിൽ നിന്ന് എടുത്ത് ലാബിൽ പരിശോധിക്കുന്നു. പിന്നെ നമുക്ക് CT സ്കാൻ, MRI, അതായത് രോഗത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ അതും ചെയ്യാം. സ്റ്റൂൾ ടെസ്റ്റും ചെയ്യാറുണ്ട്. ഒരിക്കൽ വൻകുടലിലെ ക്യാൻസർ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന ചികിത്സാ രീതികൾ ശസ്ത്രക്രിയ, അതായത് അർബുദം ബാധിച്ച ഭാഗം നീക്കം ചെയ്യുന്നു. പിന്നെ കീമോതെറാപ്പി, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. മരുന്നുകൾ ഉപയോഗിച്ച് നമ്മൾ ക്യാൻസർ കോശങ്ങളെ കൊല്ലുന്നു. അതുപോലെ തന്നെ റേഡിയേഷൻ തെറാപ്പി, ഇതും ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേക സാഹചര്യങ്ങളിൽ ടാർഗറ്റഡ് തെറാപ്പി അഥവാ ഇമ്മ്യൂണോ തെറാപ്പിയും ഉപയോഗിക്കാറുണ്ട്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഒരു രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് അത് വരാതെ തടയുന്നതാണ്. കോളോറക്ടൽ ക്യാൻസർ ഭൂരിഭാഗം കേസുകളിലും ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ടും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ കൊണ്ടും തടയാൻ സാധിക്കുന്നതാണ്. എന്താണ് ആരോഗ്യകരമായ ഭക്ഷണ രീതി? പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൂടുതലായി കഴിക്കുക. ഇവയിൽ നാരുകളും ആൻറ്റി ഓക്സിഡൻസുകളും ധാരാളമായുണ്ട്. അതുപോലെ തന്നെ ഹോൾ ഗ്രെയിൻസ്, ഫോർ എക്സാമ്പിൾ ഗോതമ്പ്, ഓട്സ്, ബാർലി ഇവ കൂടുതലായി കഴിക്കുക. ഇത് മലവിസർജനം സുഖകരമാക്കും. അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡുകളും റെഡ് മീറ്റ് അഥവാ ബീഫ്, പോർക്ക് തുടങ്ങിയവ കുറയ്ക്കുക. മത്സ്യം, പയറുവർഗ്ഗങ്ങൾ, നട്ട്സുകൾ ഇവ ധാരാളമായി കഴിക്കുക. ഇതിൽ ആരോഗ്യകരമായ പ്രോട്ടീനുകൾ കൂടുതലായി കാണുന്നു. അതുപോലെ കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, ഫാസ്റ്റ് ഫുഡ് ഇവ പരിമിതപ്പെടുത്തുക. ആരോഗ്യകരമായ ഭക്ഷണരീതി പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ശരിയായ ഭാരം നിലനിർത്തുക. അമിതവണ്ണം വൻകുടൽ ക്യാൻസറിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. അധിക ഭാരം വയറിൽ അടിഞ്ഞുകൂടുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് ശരീരത്തിൻ്റെ ഉയരത്തിന് ആനുപാതികമായി ശരീരഭാരം നിലനിർത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വൻകുടൽ ക്യാൻസർ വരാതെ തടയാനുള്ള പ്രധാന ഒരു മാർഗമാണ് പതിവായ വ്യായാമം. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റ് മിതമായ വ്യായാമം ചെയ്യുക. വളരെ വേഗത്തിൽ നടത്തം, അതുപോലെ തന്നെ നീന്തൽ, സൈക്ലിംഗ് ഇവയെല്ലാം ചെയ്യുന്നത് നല്ലതാണ്. സ്ഥിരമായി ഇരിക്കുന്ന ജീവിതശൈലി ഒഴിവാക്കുക. നമുക്കറിയാം, മദ്യപാനവും പുകവലിയും ധാരാളം അസുഖങ്ങൾക്കും അതുപോലെ തന്നെ വൻകുടൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള പല ക്യാൻസറുകൾക്കും കാരണമാകുന്നു. അതുകൊണ്ട് മദ്യപാനവും പുകവലിയും ഒഴിവാക്കുക. ഇതെല്ലാം ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ പതിവായി പരിശോധന നടത്തിയാൽ മാത്രമാണ് നമുക്ക് രോഗം നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 45 വയസ്സിന് ശേഷം കൊളോണോസ്കോപ്പി ചെയ്യുന്നത് നിർബന്ധമാക്കുക.
നമുക്ക് കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ 40-ാം വയസ്സിൽ തന്നെ പരിശോധന ആരംഭിക്കണം. കൊളോണോസ്കോപ്പിയിൽ പോളിപ്പുകൾ നേരത്തെ കണ്ടെത്തി നീക്കം ചെയ്യുന്നതിലൂടെ ക്യാൻസർ തന്നെ നമുക്ക് തടയാം. അതുപോലെ തന്നെ നമ്മൾ മാനസിക സമ്മർദ്ദം നന്നായിട്ട് കുറയ്ക്കുക. അതിനായി നമുക്ക് യോഗ, മെഡിറ്റേഷൻ ഇവയൊക്കെ ചെയ്യാം. പിന്നെ ഉറക്കം മതിയായ രീതിയിൽ ഉറപ്പാക്കുക. വെള്ളം ധാരാളം കുടിക്കുക. ദിവസേന 2 തൊട്ട് 3 ലിറ്റർ വരെ വെള്ളം കുടിക്കാം. വൻകുടൽ ക്യാൻസർ അഥവാ കോളോറക്ടൽ ക്യാൻസർ ഭയപ്പെടേണ്ട രോഗമല്ല. നേരത്തെ കണ്ടെത്തിയാൽ വിജയകരമായി ചികിത്സിക്കാം. ജീവിതശൈലി ആരോഗ്യകരമാക്കുക, പരിശോധനകൾ സമയത്തിന് നടത്തുക. അത് നമ്മുടെ ആരോഗ്യം ഉറപ്പാക്കും.